കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് ഐസോകോൺസ് ആയിരുന്നു അല്ലേ. ഇന്ന് നമ്മൾ പറയുന്നത് MRTS മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ ടുഡേ വി ആർ ലുക്കിംഗ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഷോർട്ട് ഫോം എന്താണ്? MRTS. ഇപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചായിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് ഒരു സാധനം അഡീഷണൽ യൂണിറ്റ് നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സാധനം എത്ര കുറക്കണം, സാക്രിഫൈസ് ചെയ്യണം എന്നുള്ളതാണ് MRS. പിന്നെ MRTS ഏത് കേസിലാണ് വരുന്നത്? ഐസോകോണിൻ്റെ കേസിലാണ് അല്ലേ. ഐസോകോണിലെ കേസിൽ വരുന്നത് അല്ലെങ്കിൽ സ്ലോപ്പ് ഓഫ് ഐസോകോൺ എന്ന് പറയുന്നത് MRTS ആണ്. എന്താണ് MRTS? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വൺ ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അതായത് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ലെവലിൽ ഒരു മാറ്റവും വരുത്താതെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് കുറച്ചുകൊണ്ട് മറ്റൊരു ഇൻപുട്ട് കൂടുതൽ വാങ്ങുക, കൂടുതൽ ഉപയോഗിക്കുക, ആ ഒരു റേറ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വൺ ഇൻപുട്ട് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ. ഓക്കെ, ഒരു ഇൻപുട്ടിന് പകരം മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റിനെ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ അത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെ ബാധിക്കില്ല. The marginal rate of technical substitution between labor and capital എങ്ങനെ എഴുതാം? MRTS-LK. ഇപ്പോൾ MRTS-LK എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് ക്യാപിറ്റൽ. It is defined as the amount by which capital can be reduced by a firm without changing output when there is a small increase in the amount of labor. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ കുറക്കുകയാണ്, അതായത് ഔട്ട്പുട്ട് ലെവലിൽ ഒരു മാറ്റവും വരുത്താതെ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ കുറക്കുകയാണ്. എന്തിനാണ് കുറക്കുന്നത്? ഇൻ ഓർഡർ ടു ഗെറ്റ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ലേബർ ഒരു അഡീഷണൽ യൂണിറ്റ് കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ കുറക്കുകയാണ്. അതിനെയാണ് MRTS-LK എന്ന് പറയുന്നത്. Thus, the marginal rate of technical substitution between labor and capital is the absolute value of change in capital that result from one unit change in labor when output is held constant. ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു മാറ്റം നടക്കുന്നത് അല്ലേ. അതായത് ലേബർ നമുക്കൊരു എക്സ്ട്രാ യൂണിറ്റും കൂടെ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് കുറക്കുക വിത്തൗട്ട് ചേഞ്ചിങ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എങ്ങനെ എഴുതാൻ പറ്റും? MRTS-LK is equal to delta K by delta L. delta K എന്ന് പറയുന്നത് എന്താണ്? delta K is equal to a small change in capital and delta L is equal to a small change in labor. ഇപ്പോൾ ക്യാപിറ്റൽ എന്ത് മാറ്റം വരുന്നു അതാണ് ഡെൽറ്റ കെ, ലേബറിൽ എന്ത് മാറ്റം വരുന്നു അതാണ് ഡെൽറ്റ എൽ. ഈ തമ്മിലെ റേഷ്യോ ആണ്, അതായത് ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ ആണ് എന്ത്? MRTS-LK. ഓക്കെ, അപ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഒരു ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ആ ഡയഗ്രത്തിൽ പറയുന്നത് എന്തൊക്കെയാണ്? വി ആർ കൺസിഡറിങ് ദ മൂവ്മെൻറ്റ് എലോങ് ദി ഐസോകോൺ ഫ്രം പോയിന്റ് A to B. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് MRTS-ൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഡെൽറ്റ കെ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ക്യാപിറ്റലും ഡെൽറ്റ എൽ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലേബറുമാണ് അല്ലേ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡെൽറ്റ കെ എമൗണ്ട് കുറച്ചു, ക്യാപിറ്റൽ ഇത്രയും കുറച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു ഗെറ്റ് ദി എമൗണ്ട് ഡെൽറ്റ എൽ എന്ന് പറയുന്ന എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റ കെ കുറക്കുകയാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഡെൽറ്റ കെ എന്ന് പറയുന്ന എമൗണ്ട് ക്യാപിറ്റൽ കുറച്ചു ഇൻ ഓർഡർ ടു ഗെറ്റ് ഡെൽറ്റ എൽ എമൗണ്ട്. അപ്പോൾ ആ ഒരു തമ്മിലുള്ള റേഷ്യോ ഉണ്ടല്ലോ ഡെൽറ്റ കെ ബൈ ഡെൽറ്റ എൽ, അതാണെന്ത്? MRTS. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഗ്രാഫിലെ MRTS-ൻ്റെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് എന്താണ്?
The slope of the isocone shows the rate at which one input can be substituted for another without any change in the level of output. അപ്പോൾ ഐസോകോണിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? MRTS. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ലോപ്പ് ഓഫ് ഐസോകോൺ എന്ന് പറയുന്നത് MRTS ആണ്. Thus, the absolute slope of the isocone is the marginal rate of technical substitution between two inputs. രണ്ട് ഇൻപുട്സിൻ്റെ ഇടയിലുള്ള മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനെയാണ് ഐസോകോണിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. സ്ലോപ്പ് ഓഫ് ഐസോകോൺ ഈസ് ദി മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ ടു ഇൻപുട്സ്. അപ്പോൾ ഇത്രയാണ് MRTSനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ MRS പറഞ്ഞ പോലെ തന്നെയാണ് ഐസോകോണിൽ MRTSും വരുന്നത്. സ്ലോപ്പ് ഓഫ് ഐസോകോൺ MRTSും സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്താണ്? MRSും ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ലുക്കിംഗ് ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷിങ് ആണെന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഐസോകോൺ കോൺവെക്സ് ആണെന്ന് പറയാൻ കാരണം? The convexity of isocones implies diminishing marginal rate of technical substitution. ഐസോകോൺ കോൺവെക്സ് ഷേപ്പ് ആണെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ്? എന്താണ് അർത്ഥമാക്കുന്നത്? ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ കുറയുന്നത് കൊണ്ടാണ് ഐസോകോണിൻ്റെ ഷേപ്പ് കോൺവെക്സ് വന്നത്. Diminishing marginal rate of technical substitution means that as labor is substituted for capital along an isocone, the amount of labor that must be substituted for a given amount of capital becomes progressively larger in order to maintain a given level of output. ഒരു ഐസോകോണിൽ ലേബർ ക്യാപിറ്റലിന് പകരം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ലേബർ കുറച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം പ്രോഗ്രസീവ്ലി ലാർജർ. അതിങ്ങനെ കൂടിക്കൂടി വരും. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നാൽ ആ ക്യാപിറ്റൽ അതേപോലെ നിലനിൽക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ലേബർ എന്ത് ചെയ്യും? അതിൻ്റെ ഉപയോഗം അങ്ങനെ കൂടിക്കൂടി വരികയും ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. Labor is substituted for capital along an isocone. The amount of labor that must be substituted for a given amount of capital becomes progressively larger. തന്നിട്ടുള്ള ഒരു ക്യാപിറ്റലിന് പകരം ഇതിങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലേബർ പിന്നെ അങ്ങനെ കൂടി വരും. Okay, this is because as we move from a production process using relatively less labor and more capital to a production process using relatively more labor and less capital, labor gradually becomes a poorer substitute for capital. അതായത് ആദ്യം ഉപയോഗിക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സ് ലെസ് ലേബറും മോർ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഏതിലേക്കാണ് പോകുന്നത്? റിലേറ്റീവ്ലി മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. അങ്ങനെ വരുമ്പോൾ ലേബർ ബിക്കംസ് എ പൂവറർ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ക്യാപിറ്റൽ. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നോക്കുകയാണ്. ഇവിടെ ലേബറും ക്യാപിറ്റലും എക്സ് ആക്സിലും വൈ ആക്സിസിലും കൊടുത്തിട്ടുണ്ട്. ABCDE എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഐസോകോൺസ് ക്യൂവിലാണ് നിൽക്കുന്നത് അല്ലേ? അതായത് ABCDE എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റലാണ്. പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുക, ബിയിൽ നിന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്നതും സിയിൽ നിന്ന് ഡിയിലേക്കും ഡിയിൽ നിന്ന് ഇയിലേക്ക് മൂവ് ചെയ്യുന്നതുമാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ലേബറും ക്യാപിറ്റലും എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ΔK എമൗണ്ടും ΔL എമൗണ്ടുമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. പിന്നെ ബിയിൽ നിന്ന് സിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു എമൗണ്ട് അല്ലേ, അത് ക്യാപിറ്റലും. ഇവിടുന്ന് ഇതുവരെ കാണിക്കുന്നത് എന്താണ്? ലേബറിൻ്റെ എമൗണ്ട് ആണല്ലോ, അത് ΔL1 കൊടുത്തിട്ടുണ്ട്. സിയിൽ നിന്ന് ഈ പോയിൻ്റ് വരെയുള്ളത് ക്യാപിറ്റലും, ഇവിടുന്ന് ഡി വരെയുള്ളത് ΔL2 ലേബറിൻ്റെ രണ്ടാമത്തെ മാറ്റമാണ്, എത്ര എമൗണ്ട് ഉപയോഗിച്ചു എന്നുള്ളത്. ഡിയിൽ നിന്ന് ഇയിലുള്ളത് ക്യാപിറ്റലും, ഡിയിൽ നിന്ന് ഈ പോയിൻ്റ് വരെ ക്യാപിറ്റലും, ഇവിടുന്ന് ഇതുവരെ എന്താണ്? ലേബർ ഉപയോഗിച്ചാണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ക്യാപിറ്റലിൻ്റെ എമൗണ്ടൊക്കെ സെയിം ആയിട്ട് തന്നെ നിലനിൽക്കുന്നത് അല്ലേ? പക്ഷേ എന്താണ്? ലേബർ ഇങ്ങനെ കൂടി വരികയാണ്. ലേബറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടി വരികയാണ്. ക്യാപിറ്റൽ സെയിം ആയിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത്? ലേബറിൻ്റെ എമൗണ്ട് പ്രോഗ്രസീവ്ലി ലാർജർ കൂടി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൺവെക്സ് ഷേപ്പിൽ ഐസോകോൺ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ ദിസ് ഡയഗ്രാം ദ മൂവ്മെൻറ്റ് ഫ്രം പോയിൻറ്റ് എ ടു പോയിൻറ്റ് ബി റെപ്രസെൻറ്റ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ലേബർ ഫോർ ക്യാപിറ്റൽ. The amount of labor substituted is ΔL for a given amount of capital ΔK. അതായത് ΔLഉം ΔKയും ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. The movement from B to C results in an increase in the amount of labor ΔL1 for the same amount of capital ΔK.
Similarly, the movement from C to D and from D to E shows that progressively larger amounts of labor must be substituted for a given amount of capital. അത് ലേബറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുമ്പോൾ ലേബർ ഇങ്ങനെ പ്രോഗ്രസീവ്ലി ബിക്കം ലാർജർ, അത് കൂടി ഇങ്ങനെ വരികയാണ്. The phenomena is known as the diminishing marginal rate of technical substitution. Okay, the economic implication is that as more labor is substituted for capital, labor becomes progressively a poorer substitute for capital. അതായത് കൂടുതൽ ലേബർ എങ്ങനെ ഉപയോഗിച്ചാൽ ക്യാപിറ്റലിന് അതൊരു പുവർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പം ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് ഐസോകോണിന് കോൺവെക്സ് ഷേപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ എന്തുകൊണ്ടാണ് കോൺവെക്സ് ഷേപ്പ് ഐസോകോണിന് വന്നത്, എന്താ റീസൺ എന്നുള്ളത് അല്ലേ, എന്താ റീസൺ, ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ.